ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ബാക്കിൽ കിടക്കുന്ന ഈ ഒരു ഫിയസ്റ്റ ZXi ആണ് നിങ്ങൾ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോണത്. 2006 മോഡൽ, പുത്തൻ എന്നുണ്ടെങ്കിൽ പുതുക്കിയ പേപ്പറാണ്. കൂടാതെ തന്നെ ഇൻഷുറൻസും ഒക്കെ 2023 9 മാസം വരെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വാലിഡിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1 ലക്ഷം റേഞ്ചിലൊക്കെ സുഖമായിട്ട് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. എത്രയാണ് കറക്റ്റ് റേറ്റ് എന്ന് വീഡിയോയിൽ എനിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കാണണം, ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണം. അതുപോലെ ഈ വാഹനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുൾ കണ്ടേക്കാം. അതിന് ശേഷം ഡിസ്ക്രിപ്ഷനിൽ താഴെ നമ്പർ കൊടുത്ത് നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് ഫിയസ്റ്റ ആണ്. അപ്പോൾ ഫിയസ്റ്റ എന്ന് പറയുമ്പോൾ ഇത് വളരെ ബഡ്ജറ്റ് ലെവലിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വണ്ടിയായിട്ട് നമുക്ക് പറയാം. ഇതിൻ്റെ ഇയറും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 2006 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. ഇയറും കാര്യങ്ങളൊക്കെ വന്നേക്കണം. അതേപോലെ തന്നെ വാലിഡ് പേപ്പറൊക്കെ ഉള്ളൊരു വാഹനമാണ്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫുള്ള് വീഡിയോയിലൊക്കെ നമ്മൾ പോകാൻ പോകണം. ZXi ആണ് ഇതിൻ്റെ ഓപ്ഷൻ. ഫസ്റ്റ് അതിൻ്റെ ഫുൾ റൗണ്ടിൽ പോയേക്കാം. 360 ഡിഗ്രി വ്യൂവിലൊക്കെ ഒന്ന് പോയേക്കാം. ഇപ്പോൾ വാഹനം നോക്കാണ്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നൊരു വാഹനമാണത്. അതേപോലെ തന്നെ ഫിയസ്റ്റയുടെ ഏറ്റവും നല്ല കളേഴ്സിലൊരു കളറും കൂടിയാണ് ഈ ഒരു റെഡ് കളർ. കിട്ടുമെന്ന് പറയാൻ പറ്റില്ല, ഒരു മെറൂൺ കളറാണ് ഇത് വന്നേക്കണേ. വാഹനത്തിൻ്റെ സൈഡും കാര്യങ്ങളും നോക്കാം. എന്തെങ്കിലും ഇതിലുള്ള ഡെൻറ്റോ പാച്ചോ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. കേട്ടോ, വളരെ നീറ്റായിട്ട് തന്നെ യൂസ് ചെയ്തേക്കണം. ആ ഒരു ഫിയസ്റ്റയാണ് എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഫ്രണ്ടിലേക്കൊന്ന് വരാം. ഫ്രണ്ടിലേക്ക് വന്നിട്ട് വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂയിലേക്ക് ഒന്ന് പോയേക്കാം. ഇതിൻ്റെ ഇൻ ആൻഡ് ഔട്ട് എഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് വാഹനം. ഓക്കെ, നമുക്ക് വീലാസിലേക്കൊന്ന് പോകാം. ഫസ്റ്റ് ആണ് വീലാസിൻ്റെ എൻഡോ പാച്ചൊക്കെ നോക്കാം. നീറ്റായിട്ട് നിൽക്കുന്ന വീലാച്ചാണ്. എയർ കണ്ടീഷൻ നോക്കാം. കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ബോണറ്റ് നോക്കാം. ബോണറ്റിൽ ഡെൻഡോ പാച്ചാണ് സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ തന്നെ നമുക്കിവിടെ ലാംപ്സ് നോക്കാം. ഹെഡ് ലാംപ്സ് ആയാലും നീറ്റായിട്ട് നിൽക്കുന്നു. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. ഉണ്ടോ, ഇവിടെയും ഹെഡ് ലാംപ്സ് നീറ്റായിട്ട് നിൽക്കുന്നു. സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടെ ചെറിയൊരു ലൈൻ സ്ക്രാച്ച് കിട്ടുന്നുണ്ട്. വീലാർച്ച് നോക്കാം. വീലാർച്ച് നീറ്റായിട്ട് നിൽക്കുന്ന വീലാർച്ചാണത്. അതേപോലെ തന്നെ ടയർ കണ്ടീഷൻ നോക്കാം. നല്ല ഗ്രിപ്പ് പോകുന്ന ടയേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് സൈഡിലേക്ക് വരാം. 2 ഡോറ് നോക്കാം. 2 ഡോറ് നോക്കുമ്പോൾ ഇവിടെ നീറ്റായിട്ട് ഡോർസാണ്. ഒന്നും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഗ്ലാസ് ആയാലും ഇവിടെ നീറ്റായിട്ട് നിൽക്കുന്നു. കേട്ടോ, ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. ഇവിടുത്തെ വീലാർച്ചും ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്നു. ടയർ കണ്ടീഷൻ നോക്കാം. നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നമുക്ക് റിയർ ഭാഗത്ത് കിട്ടുന്നുണ്ട്. സൈഡ് പോർഷൻ നോക്കാം. കേട്ടോ, ഇനി നമുക്ക് ബാക്കിലേക്ക് വരാം. ഇവിടെ ഡീഫോഗറും കാര്യങ്ങളും നോക്കാം. അതേപോലെ തന്നെ ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നീറ്റായിട്ട് നിൽക്കുന്നു. മുകളിലായിട്ട് നമുക്ക് ഫിയസ്റ്റയുടെ ബാച്ചും ഡ്യൂറാ ടോർക്കിൻ്റെ ബാച്ചും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ടെയിൽ ലാമ്പൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടെയും വീലാർച്ച് ഡീസൻ്റായിട്ട് നിൽക്കുന്ന വീലാർച്ചാണത്. എയർ കണ്ടീഷൻ നല്ല ഗ്രിപ്പ് കിട്ടും. ടയേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഡോർ നോക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യാം. ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഇവിടെ 4 പവർ വിൻഡോസിൻ്റെ ബട്ടണും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ്സ് നോക്കാം. നീറ്റായിട്ട് സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡാഷ്ബോർഡും കാര്യങ്ങളും നോക്കാം. ഉണ്ടോ, മിഡിൽ നമുക്ക് AC യുടെ വെൻറ്റിങ് കാര്യങ്ങളും വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ഇവിടെ നോബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് നോക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം ഇപ്പോൾ നിലവിൽ 1 lakh സംതിങ് കിലോമീറ്റർ വാഹനം ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മാറ്റും കാര്യങ്ങളും നോക്കാം. മാറ്റൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. ഡോർ പാഡ്സ് നോക്കാം. കണ്ടീഷനായിട്ട് ഇരിക്കുന്നു. സീറ്റ്സ് നോക്കാം. സീറ്റ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് കാണാം. ഇവിടെ മീറ്ററിൻ്റെ അവിടെ ചെറിയൊരു ഫംഗസ് പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഗിയർ നോബ് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടുന്ന് വാഹനത്തിൻ്റെ റിയർ ഭാഗം നോക്കാം. റിയർ ഭാഗം നീറ്റായിട്ട് ഇരിക്കുന്നു. റൂഫ് ഇവിടെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് പയ്യെ ഒന്ന് എക്സിറ്റ് അടിക്കാം. എൻ്റെ പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ നോക്കിയത്. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ക്ലോത്ത് കുറച്ച് വിട്ടിരിക്കുന്നത് കിട്ടുന്നുണ്ട്. പാഡ്സിൽ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കാം. ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാം. അതേപോലെ തന്നെ സീറ്റ്സ് നീറ്റായിട്ട് ഇരിക്കുന്നു. ലെഗ് റൂം നോക്കാം. ലെഗ് റൂം ന്യായമായിട്ട് ലെഗ് റൂമുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കാണാം. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്കിൻ്റെ ലിഡൊന്ന് ഓപ്പൺ ചെയ്യാം. ലിഡ് ഓപ്പൺ ചെയ്തിട്ട് എൻജിൻ ഭാഗം അതിൽ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഫിയസ്റ്റയുടെ ലിഡ് നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് ഈ ഒരു ഫിയസ്റ്റയുടെ ആ ഒരു എൻജിൻ ഭാഗം. ഡ്യൂറാ ടോർക്ക് എൻജിനാണ് വന്നേക്കണം. കേട്ടോ, അതേപോലെ ഇവിടെ എൻജിൻ ഭാഗങ്ങളൊക്കെ കാണാം. എന്തെങ്കിലും രീതിയിലുള്ള ലീക്കേജ് കാര്യങ്ങളൊക്കെ നോക്കാം.
നല്ല ഭംഗിയിൽ തന്നെ നീറ്റായിട്ട് നിൽക്കുന്ന ഒരു എഞ്ചിൻ ഭാഗമാണ് കണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ വാഹനത്തിന് 2006 അത്ര വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഒറ്റനത്തിൽ കാണുന്നില്ല. അതേപോലെ അഡ്ജസ്റ്റ് നോക്കാം. ഒരു സീലിംഗ് കുറച്ചിങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും നമുക്ക് വാഹനത്തിൽ കാണാനില്ല. ഇനി നമുക്കിതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്തിട്ട് എഞ്ചിൻ ഭാഗത്ത് എന്താണ് അവസ്ഥ നോക്കാം. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫിയസ്റ്റയുടെ ആ ഒരു ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വിശാലമായിട്ടുള്ള ബൂട്ടാണത്. ന്യായമായിട്ടുള്ള ബൂട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലിഡ് നോക്കാം. ലിഡിൽ എന്തെങ്കിലുള്ള ബെൻഡോ പാച്ചൊക്കെ നോക്കാം. നീറ്റായിട്ട് നിൽക്കുന്ന ഒരു ലിഡ്. അതേപോലെ ഇതിൻ്റെ ലോവർ പോർഷൻ നോക്കാം. കേട്ടോ, നല്ല കണ്ടീഷൻ ആയിരിക്കുന്ന ലിഡാണത്. എഡ്ജസ് ആണത്. അതേപോലെ നമുക്ക് ഇനി ഇതിൻ്റെ പ്ലാറ്റ്ഫോം നോക്കിയാൽ ടയർ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ടയർ കണ്ടീഷൻ മോട്ടോർ ടയേഴ്സാണ്. അതേപോലെ ഇവിടെ ചെറിയ രീതിയിലുള്ള റെസ്റ്റ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഫിയസ്റ്റ കണ്ടു കഴിഞ്ഞു. ഫോർഡ് ഫിയസ്റ്റ 2006 മോഡൽ നോക്കണം. അതുകൂടാതെ തന്നെ അടുത്ത കൊല്ലം 9-ാം മാസം വരെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന വാഹനം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആസ്കിങ് പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് എല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. ഈ ഒരു വാഹനം ഇപ്പോൾ ZXi ഫിയസ്റ്റ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 lakh കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. ഇത് ഓടിക്കാനും യൂസ് ചെയ്യാനും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഡ്രൈവ് വലിയ കുഴപ്പം എനിക്ക് തോന്നില്ല. അതുകൂടാതെ തന്നെ ബോഡി കണ്ടീഷനും കാര്യങ്ങളൊക്കെ പക്കയായിട്ടിരിക്കുന്ന വാഹനമാണ്. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,15,000 രൂപയാണ്. 1.15 lakhs ആസ്കിങ് പ്രൈസ്. അത് നെഗോഷ്യബിൾ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിനകത്തേക്ക് വിളിക്കേണ്ടി വരും. നെഗോഷ്യബിൾ ആവാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം അത് സെഡാൻ വാഹനമാണ്. ഈ റേറ്റിന് കിട്ടാൻ കുറച്ച് പാടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ അതിനകത്തുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.